പത്തനംതിട്ട വലഞ്ചുഴിയിൽ 14-കാരിയുടെ മരണത്തിൽ വഴിത്തിരിവ്. പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ചതെന്ന് പോലീസ്. സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ ചോദ്യം ചെയ്ത് പോലീസ്. പെൺകുട്ടിയുടെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ആഴൂർ സ്വദേശി ആവണി ഇന്നലെയാണ് ആറ്റിൽ ചാടി മരിച്ചത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീരാജ്, ഇന്നലെ പിതാവിനൊപ്പം നടന്നു പോകുമ്പോൾ അച്ഛൻ കൂരാറിലേക്ക് വീണു എന്നായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ. ഇപ്പോഴെന്താണ് ഈ സംഭവത്തിൽ സംഭവിക്കുന്നത്? അതേ പിന്നിലെ ആദ്യഘട്ടത്തിൽ പെൺകുട്ടി കാൽ വഴുതി വീണു എന്നായിരുന്നു ആദ്യമായി പ്രാഥമിക നിഗമനം എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടിയ വിവരം. പക്ഷെ ഇപ്പോൾ പോലീസ് പറയുന്നത് പെൺകുട്ടി ഈ പാലത്തിൽ നിന്നും ചാടിയതാണെന്നാണ്. അതിന്റെ കാരണമായി പറയുന്നത് പെൺകുട്ടിയുടെ അയൽവാസിയായ ശരത്ത് ഇന്നലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഈ പെൺകുട്ടിയുടെ സഹോദരനുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. ഇത് പിടിച്ചു മാറ്റാനെത്തിയ പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് പെൺകുട്ടി ആറ്റിലേക്ക് ചാടിയതെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ അച്ഛന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്കും ഇങ്ങനെ എഫ്ഐആർ ഇടാനും പോലീസ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയത്. പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടത് തന്നെയായിരുന്നു ഈ സഹോദരനുമായി പെൺകുട്ടിയുടെ സഹോദരനുമായി ഈ അയൽവാസിയായ ശരത്ത് എന്ന യുവാവ് തർക്കത്തിൽ ഏർപ്പെട്ടത്. ഇത് പിടിച്ചു മാറ്റാനായി എത്തിയതായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ. ഇതോടെ പെൺകുട്ടി ഈ ശരത്ത് എന്ന് പറയുന്ന അയൽവാസി അച്ഛനെയും മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ട ഉടനെയാണ് പെൺകുട്ടി ആറ്റിലേക്ക് എടുത്ത് ചാടിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അച്ഛന്റെ മൊഴിയിൽ നിന്നും. എന്തായാലും നിലവിൽ പോലീസ് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അച്ഛന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. പെൺകുട്ടിയുമായി നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വീട്ടുകാരുമായി തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ച് അറിയുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, അമ്മുമ്മ തുടങ്ങി ഇത്രയും പേരായിരുന്നു ഉത്സവത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് വരുന്ന വഴി അയൽവാസിയായ ശരത്ത് എന്ന യുവാവ് ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഈ പെൺകുട്ടിയുടെ സഹോദരനുമായി ആദ്യഘട്ടത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ തർക്കത്തിൽ ഏർപ്പെട്ട ഘട്ടത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ പിടിച്ചു മാറ്റാനെത്തി. ഉടൻ തന്നെ പെൺകുട്ടിയുടെ അച്ഛനെ ഈ ശരത്ത് മർദ്ദിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന പെൺകുട്ടി നേരെ ആറ്റിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. സഹോദരനും അച്ഛനും പിന്നാലെ പെൺകുട്ടിയെ രക്ഷിക്കാനായി ചാടിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിലാണിപ്പോൾ നിലവിൽ പോലീസ് ഈ അയൽവാസിയായ ശരത്ത് എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്ത് വരുന്നത്. ബിനിൽ, ശ്രീരാജ്, ഇപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് തന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ കാര്യമായ രീതിയിലുള്ള പിടിവലി പെൺകുട്ടിയുടെ അച്ഛനും ഈ യുവാവും തമ്മിൽ ഉണ്ടായി. അതിനിടയിൽ അച്ഛൻ കോവിലാറിലേക്ക് ചാടി. പെൺകുട്ടി സ്വമേധയാ ചാടിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേ പിന്നിലെ പെൺകുട്ടി എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചാടിയെന്നാണ്. അതായത് സ്വയമേ ചാടി എന്ന് തന്നെയാണ് ആ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. അത്തരത്തിലായിരുന്നു അച്ഛന്റെ ഭാഗത്തു നിന്നും മൊഴി ലഭിച്ചതും. തന്നെ മർദ്ദിക്കുന്നത് കണ്ട പെൺകുട്ടി ഭയപ്പാടോടുകൂടി ഈ വെള്ളത്തിലേക്ക് പാലത്തിൽ നിന്നും ചാടുകയായിരുന്നു എന്നാണ് അച്ഛൻ പോലീസിന് നൽകിയ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എഫ്ഐആറിലും കൃത്യമായി പറയുന്നത് മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. പത്തനംതിട്ട വലഞ്ചുഴിയിൽ 14-കാരിയുടെ മരണത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പെൺകുട്ടി ആറ്റിൽ വീണതല്ല, അച്ചൻകോവിൽ ആറ്റിലേക്ക് ചാടിയതാണ് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ കേസിൽ പറയുന്നു, എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.